എന്താണ് ജെൻസി തലമുറയുടെ പ്രത്യേകത? അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനം തരില്ല, പകരം നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം തരും. ലോകമെങ്ങും ഉണ്ടാകാൻ പോകുന്ന യുവതയുടെ ഉയിർപ്പിന്റെ തിരനോട്ടമാണ് ഇപ്പോൾ നേപ്പാളിൽ കാണുന്നത്. സാമൂഹ്യ മാധ്യമ നിരോധനത്തിനെതിരെ അവർ സമരം ചെയ്തു. സർക്കാർ ഒടുവിൽ അത് പിൻവലിച്ചു. ഇതുവരെയുള്ള സമരങ്ങളുടെ ചരിത്രമെടുത്താൽ സർക്കാർ നടപടി സ്വീകരിച്ചാൽ സമരം നിൽക്കണം. ഇവിടെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അവർ സമരം തുടരുകയാണ്. കലാപത്തിൽ മരിച്ച 19 പേർക്ക് നീതി കിട്ടും വരെ സമരം തുടരാനാണ് തീരുമാനം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത തലമുറ എന്ന് വിളിക്കാം ജെൻസിയെ. ഇപ്പോൾ 13 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള തലമുറയോട് സംസാരിച്ചു നോക്കൂ. അവർ നിങ്ങളോട് ഒരു കാര്യത്തിലും മയപ്പെടില്ല. അവർക്ക് പറയാനുള്ളത് ദൃഢമായി തന്നെ പറയും. മയപ്പെടുത്തി പറയേണ്ട ആവശ്യം അവർക്കില്ല. നിങ്ങൾക്ക് രൂക്ഷമെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നത് അവരുടെ വിഷയമല്ല. കാരണം സ്വീകരിക്കുന്ന നിലപാടിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജെൻസികളോടും തീക്കൊള്ളി കൊണ്ടും കളിക്കരുത്. നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചതിൽ നിന്നും ആരംഭിക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സർക്കാർ വിരുദ്ധ വികാരം കത്തിപ്പടരുന്ന ഇടമാണ് നേപ്പാൾ. 2008 ജനാധിപത്യം വന്നതു മുതൽ സ്ഥിരമായി ഒരുപറ്റം നേതാക്കൾ തന്നെയാണ് ജയിച്ചു വരുന്നത്. 70 പേരെങ്കിലും അന്നു മുതൽ മാറ്റമില്ലാത്തവരാണ്. ഇവരിൽ ബഹുഭൂരിപക്ഷവും അഴിമതി ആരോപണം നേരിടുന്നവരും ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ്. ഇത്തരം നേതാക്കൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം പതിവാണ്. അങ്ങനെ യുവാക്കളുടെ ഒരു പുതിയ നിര നേതാക്കൾ നേപ്പാളിൽ ഉദയം കൊള്ളാൻ തുടങ്ങി. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി സ്ഥാപകൻ റാബി ലാമിച്ചായും എല്ലാം ഇങ്ങനെ വളർന്നു വന്ന യുവ നേതാക്കളാണ്. ഈ വളർച്ച മുതിർന്ന നേതാക്കൾക്ക് ഭീഷണിയായി. ഇതോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ചത്. സർക്കാർ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്ന പോസ്റ്റുകൾ നീക്കണമെന്ന് ഫേസ്ബുക്കിനോടും വാട്സപ്പിനോടും യൂട്യൂബിനോടുമൊക്കെ ആവശ്യപ്പെട്ടു. കമ്പനികൾ അതിനു തയ്യാറായില്ല. വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ആകുമെന്നായിരുന്നു അത്. ഇതോടെ ഇവയെല്ലാം സർക്കാർ നിരോധിച്ചു. ഇതാണ് പെട്ടെന്നുള്ള ജെൻസി പ്രക്ഷോഭത്തിന്റെ കാരണം. എന്നാൽ ഇന്നോ ഇന്നലെയോ അല്ല ഈ മാറ്റം നേപ്പാളിൽ ആരംഭിച്ചത്. ടിയാൻമെൻ ചത്വരത്തിലെ വെടിവെപ്പിന് പറയുന്ന ഒരു കാരണമുണ്ട്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രലോഭനത്തിൽ കുടുങ്ങിയ യുവാക്കളാണ് വിപ്ലവം നയിച്ചത് എന്നായിരുന്നു അത്. അതുതന്നെയാണ് നേപ്പാളിലും പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി പാശ്ചാത്യ താല്പര്യങ്ങൾ കുത്തിവെക്കാൻ ശ്രമിച്ചു. അതിൽ വഴിപ്പെട്ടവരാണ് സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത് എന്നാണ് ആ ന്യായം. ഓരോ രാജ്യത്തും സാമൂഹിക മാധ്യമങ്ങൾ അവിടുത്തെ നിയമം പാലിക്കണം. സർക്കാർ പാസാക്കിയ നയം പാലിക്കാത്തത് കൊണ്ടാണ് യൂട്യൂബിനെയും വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ നിരോധിച്ചത്. സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ സമ്മതിച്ച ടിക്ടോക്കിന് പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു. ശരിക്കും ഈ ചൂണ്ടിക്കാണിച്ചതാണ് അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാൽ അത് പരിധിയും പരിമിതിയും ഇല്ലാത്തതാകണം. മറ്റൊരാളെ ദ്രോഹിക്കുന്നത് ഒഴികെ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള ഉപകരണമാണ് സോഷ്യൽ മീഡിയ. പുതിയ ലോകത്തിന്റെ ഭാവുകത്വത്തിന് അനുസരിച്ച് രൂപപ്പെട്ടു വന്നതാണ് ഇവയെല്ലാം. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടക്കലാണ് നേപ്പാളിൽ കത്തിവെക്കാൻ നോക്കിയത്. അഴിമതിയും സ്വജന പക്ഷപാതവും ക്രിമിനൽ പ്രവർത്തികളും പുറത്തു കൊണ്ടുവരും എന്നതുകൊണ്ടാണ് ഇവയെ നിരോധിക്കാൻ ശ്രമിച്ചത്. അത്തരം നീക്കങ്ങൾക്ക് വഴങ്ങുന്നവരല്ല ജെൻസികൾ. നല്ല തെളിച്ചമുള്ള ബുദ്ധിയും നിലപാടുമുള്ളവരാണ് നമ്മുടെ പുതിയ തലമുറ. ജനാധിപത്യത്തിന്റെ വഴി ഇതാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടാൽ സഹിക്കാനും പൊറുക്കാനും അവർക്ക് കഴിയില്ല. മുഖത്ത് നോക്കി പറയും. സ്വന്തം അവകാശങ്ങളും അവസരങ്ങളും എന്താണെന്ന് നന്നായി അറിയുന്നവരാണ്. അവസരങ്ങൾ നേടിയെടുക്കാനും അവകാശങ്ങൾ അനുഭവിക്കാനും അവർ ഏതറ്റം വരെയും പോകും. സമാധാനത്തിന്റെ പാഠവുമായി അവരെ ഉപദേശിക്കാൻ ചെന്നിട്ട് കാര്യമില്ല. കാണുന്ന അതിക്രമങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇന്നുള്ളവരും അതിനു മുൻപുള്ളവരുമൊക്കെയായ തലമുറകളുടെ വിട്ടുവീഴ്ച മനോഭാവം അവർക്കില്ല. പറയുന്നത് കാരണവന്മാരാണ് എന്നതുകൊണ്ട് വഴങ്ങുകയോ വഴിപ്പെടുകയോ ചെയ്യുന്നവരല്ല. ഏത് കാരണവർക്കും ന്യായമായത് മാത്രമേ പറയാൻ അവസരം കിട്ടുകയുള്ളൂ. അതിനപ്പുറം പറഞ്ഞാൽ ഈ തലമുറ മുന്നിൽ വന്നു നിന്ന് തിരുത്തും. എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി അവർ ഉപേക്ഷിച്ചു പോവുകയുമില്ല. തിരുത്തും വരെ പ്രതിഷേധിക്കും. അതാണ് ജെൻസിയുടെ ശീലവും പാരമ്പര്യവും. 70കളിലെ നെക്സലുകളെ പോലെയോ മാവോയിസ്റ്റുകളെ പോലെയോ ആണ് അവർ എന്ന് ധരിക്കേണ്ടതില്ല. ഇവരുടെ പ്രത്യയശാസ്ത്ര വിധേയത്വം സ്വാതന്ത്ര്യത്തോട് മാത്രമാണ്.
ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനും പറയാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് അവർ കാക്ഷിക്കുന്നത്. അത് നൽകാനാണ് സർക്കാരും മുതിർന്നവരും ശ്രമിക്കേണ്ടത്. രക്ഷിതാക്കൾ ആവശ്യമില്ലാത്ത തലമുറയാണ് ജെൻസികൾ. അവരുടെ കാര്യം നോക്കാൻ അവർ പ്രാപ്തരാണ്. പിതൃവൈബുകളും മാതൃവൈബുകളും ഒക്കെയായി അവരെ സമീപിക്കേണ്ട കാര്യമില്ല. അവർക്ക് ജെൻസി വൈബ് ആവശ്യത്തിലധികമുണ്ട്. നടക്കാറായാൽ തന്നെ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തത് മനുഷ്യന് മാത്രമേയുള്ളൂ. ജീവിവർഗങ്ങളൊന്നും ഇര തേടാറായാൽ പിന്നെ മക്കളെ നിയന്ത്രിക്കാറില്ല. അവരുടെ വിധിയും ചെയ്യുന്നതിന്റെ വ്യാപ്തിയുമൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. വഴിതെറ്റി പോകില്ലേ എന്നോർത്ത് ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാത്ത കാര്യങ്ങളാണ്. അവർ പാർട്ടി ചിട്ടങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും അതീതരാണ്. ലോകമെങ്ങും ഇത് സംഭവിക്കാൻ പോകുന്ന കാലം അതിവിദൂരമല്ല. ചെറുപ്പക്കാരൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളോട് അത്രയേറെ വിരക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ അരാഷ്ട്രീയവാദമല്ല, അവരുടെ രാഷ്ട്രീയം അതാണ്. അത് മനസ്സിലാക്കാതെ പഴയ ചൂരലും വീതുളിയുമായിട്ട് ഇറങ്ങുന്നവരെ ഇവർ പാഠം പഠിപ്പിക്കും. പിള്ളേരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് നേപ്പാൾ നൽകുന്ന വലിയ പാഠം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.